എടപ്പാളിനടുത്ത് അയിലക്കാട് മുഹമ്മദ് സിനാൻ എന്ന 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു കുട്ടി കാല് വഴുതി കായലിലേക്ക് വീണിട്ട് മരണപ്പെട്ട ഒന്ന്. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. മറ്റൊന്ന് അരീക്കോട് ഭാഗത്ത് ഇതേപോലെ 11 വയസ്സുള്ള മുഹമ്മദ് അൻഷിഫ് എന്ന പേരുള്ള ഒരു കുട്ടി. ആ കുട്ടിയും കാല് കഴുകിയിട്ട് പുഴയിൽ കാല് കഴുകാൻ നേരത്ത് പുഴയിലേക്ക് വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കുട്ടിയുടെ 2 ദിവസം മുൻപാണ് ആ കുട്ടി പുഴയിൽ വീണത്. ഇന്ന് രാവിലെയാണ് ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടുന്നത്. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന് എൻ്റെ നാടിനടുത്താണ്, എടപ്പാളിനടുത്ത് അയിലക്കാട് മുഹമ്മദ് സിനാൻ എന്ന 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു കുട്ടി കാല് വഴുതി കായലിലേക്ക് വീണിട്ട് മരണപ്പെട്ട ഒന്ന്. മറ്റൊന്ന് അരീക്കോട് ഭാഗത്ത് ഇതേപോലെ 11 വയസ്സുള്ള മുഹമ്മദ് അൻഷിഫ് എന്ന പേരുള്ള ഒരു കുട്ടി. ആ കുട്ടിയും കാല് കഴുകിയിട്ട് പുഴയിൽ കാല് കഴുകാൻ നേരത്ത് പുഴയിലേക്ക് വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കുട്ടിയുടെ 2 ദിവസം മുൻപാണ് ആ കുട്ടി പുഴയിൽ വീണത്. ഇന്ന് രാവിലെയാണ് ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ ഒരു മഴയുടെ സമയം പുഴയാണെങ്കിലും കായലാണെങ്കിലും കുളമാണെങ്കിലും വയലുകളാണെങ്കിലും നിറഞ്ഞ് വെള്ളം നിൽക്കുന്ന ഒരു സമയമാണ്. ഇതുപോലെ നമ്മുടെ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടാവരുത്. അത് ഉണർത്താനാണ് ഇന്ന് ഈ വീഡിയോ. ഈ എടപ്പാൾ എൻ്റെ നാടിനടുത്തുള്ള സംഭവം. മുഹമ്മദ് സിനാൻ 17 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. സൈനുദ്ദീൻ്റെയും റുബീനയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ നാട്ടിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് പൂക്കർത്തറ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ +2 വിദ്യാർത്ഥിയാണ് ഈ മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നലെ സ്കൂൾ വിട്ട് വന്ന് ഇവൻ കളിക്കാനൊക്കെ പോയി. കളിക്കാൻ വന്നിട്ട് കാലൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഈ കായലിൻ്റെ ഭാഗത്ത് കാല് കഴുകുന്നതിനിടെയാണ് പൊടുന്നന് ഈ മുഹമ്മദ് സിനാന് കായലിലേക്ക് വഴുതി വീണു. ഞങ്ങളവിടെ എന്ന് പറഞ്ഞാൽ പൊന്നാനി കോൾ മേഖല എന്ന് പറയുന്നൊരു കായലാണ്. അയിലക്കാട് എന്ന് പറയുന്ന കായൽ പ്രദേശങ്ങളാണ്. നൂറടിത്തോടും കായലുകളും വളരെ കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിന്നാൽ ഇതേ ഭംഗി ഒരുപാട് പേരുടെ ജീവൻ ഈ ഒരു കായലിൽ പല ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് സിനാൻക്ക് അറിയില്ലായിരുന്നു ഈ കളിയും കഴിഞ്ഞ് വരുന്നത് തൻ്റെ ജീവിതത്തിലെ അവസാന സന്ദർഭമാണ്, നിമിഷമാണ് എന്നുള്ളത്. അങ്ങനെ കഴുതി വീണു. ഉടൻ തന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബം 17 വയസ്സുള്ളൊരു മോന് വളരെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ നിന്ന് കളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത് കഫംപുടയിലാവുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഒരിക്കലും അവർക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലാണ് അരീക്കോട് ഭാഗത്ത് ഈ ഒരു വിളയിൽ മാങ്കടവ് ചെറുപുഴയിൽ മുഹമ്മദ് അൻഷിഫ് എന്നൊരു 11 വയസ്സുള്ള കുട്ടി. ഇവനും ഇതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. വൈകുന്നേര സമയത്ത് കളിയൊക്കെ കഴിഞ്ഞിട്ട് പുഴയിലേക്ക് വീണതാണ്. ആ കുട്ടി കാല് കഴുകുന്നതിനിടെ മറ്റോ പുഴയിലേക്ക് വീണ് പോയതാണ്. ഇവരൊന്നും കുളിക്കാനിറങ്ങിയ ആളുകളല്ല, അല്ലെങ്കിൽ മഴയുടെ സമയത്ത് കുളിയുടെ ആവേശം കൊണ്ട് ഇറങ്ങിയ ആളുകളല്ല. വളരെ അബദ്ധത്തിലാണ് സംഭവിച്ചത്. ഈ കുട്ടി പുഴയിലേക്ക് വീണു. എന്നിട്ട് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളൊക്കെ അന്വേഷിച്ചു. 2 ദിവസം ചാലിയാർ പുഴയിലും ചെറുപുഴയിലും. കാരണം ഈ ചെറുപുഴയിലാണ് കുട്ടി വീണത്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം, അരീക്കോട് ഭാഗത്ത് വിളയിൽ മാങ്കടവ് ഭാഗത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മുഹമ്മദ് അൻഷിഫ് 11 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിയുടെ വാപ്പയൊക്കെ ഗൾഫിൽ നിന്ന് വന്നു. വളരെ ദുഃഖകരമായൊരു സാഹചര്യം. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഈ പൂങ്കുടി പാലം എന്ന് പറയുന്ന അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ താഴെ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ നീർനായകളും മറ്റൊക്കെ ഉള്ള ശക്തമായ ഒഴുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ സംഘങ്ങളൊക്കെ പരിശോധനയൊക്കെ നടത്തിയിരുന്നെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടുന്നത്. ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു ആ 2 പേർക്കും, ഈ മരണപ്പെട്ട 2 കുട്ടികൾക്കും, 11 വയസ്സുള്ള മുഹമ്മദ് അൻഷിഫിനും അതോടൊപ്പം 17 വയസ്സുള്ള മുഹമ്മദ് സിനാൻ എന്ന എൻ്റെ നാട്ടിലുള്ള ആ കുട്ടിക്കും രക്തസാക്ഷിയുടെ പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. ഈ ഒരു മഴയുടെ സമയം എന്ന് പറഞ്ഞാൽ വയലുകളും കായലുകളും പുഴകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കളിക്കാൻ വേണ്ടി നമ്മൾ ഈ പുഴ എന്താ പറയുക കുളിക്കാനൊക്കെ വേണ്ടി പോകാൻ ഇഷ്ടപ്പെടുന്നൊരു സമയമാണ്. എവിടെയെങ്കിലുമൊക്കെ വെള്ളം ലേശം കൂടുതലുണ്ടോ മീൻ പിടിക്കാനും ഇതൊക്കെ പോകും. ഇപ്പോൾ ഈ ഒരു മഴക്കാലം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ യമനിൽ നിന്നുള്ള 2 കുട്ടികൾ തിരുവനന്തപുരം ഭാഗത്ത് ഈ കടലിൽ കുളിക്കുമ്പോൾ കാണാതായി.
അവരുടെ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചിട്ടാണ് അവർ ഇറങ്ങിയത് എന്നൊക്കെ പറയണേ. അപ്പോൾ നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. കുട്ടികളോട് പുറത്ത് കളിക്കാൻ പോകാനോ കുളിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ അറിയുന്ന പുഴയും കുളവും ആണെങ്കിൽ അതൊരു പക്ഷേ വെള്ളം നിറഞ്ഞ് കുത്തൊഴുക്കിൻ്റെ ഒരു സമയമായിരിക്കും. ഈ രണ്ട് സംഭവങ്ങളിലും ഒഴുക്കാണ്. സാധാരണ അവിടെ ഇറങ്ങി കാല് കഴുകുമ്പോൾ ഒന്നും സംഭവിക്കാത്ത ഒന്ന് വഴുതി കാരണം മണ്ണെപ്പോഴും നനഞ്ഞ് ഇടിയാനുള്ള സാധ്യത ഉണ്ട്. ഈ അയിലക്കാടുള്ള എൻ്റെ നാടിനടുത്തുള്ള ആ കുട്ടിക്ക് സംഭവിച്ചത്, ആ ഭാഗം ഇടിഞ്ഞു, ആ കുട്ടി അതിലേക്ക് വീണു. ആ ശക്തമായ ഒഴുക്കിൽ മറ്റൊന്നും ഒരു മാർഗവും ഇല്ല. വളരെ മിനിറ്റുകൾ മാത്രമേ നമുക്ക് വെള്ളത്തിൽ ശ്വാസം എടുക്കാതെ പിടിച്ചിക്കാൻ കഴിയുള്ളൂ. അതിലപ്പുറം നമുക്കൊന്നും കഴിയില്ല. അത് 1-2 മിനിറ്റിനപ്പുറം നമ്മുടെ ജീവൻ പോകും. അതോടൊപ്പം ഈ ഒരു അരീക്കോടുള്ള കുട്ടിക്ക് മുഹമ്മദ് അൻഷിഫിനും പറ്റിയതാണ്. കുട്ടി അതിലേക്ക് വഴുതി വീണു, അലറി വിളിക്കാന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ പുറത്തുനിന്ന് കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കുളത്തിൽ കുളിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നീന്തൽ അറിയുന്ന ആളുകൾ കൂടെ ഉണ്ടാവണം. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം എന്ത് ചെയ്യരുത്, ആവർത്തിക്കരുത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കണം. ഇപ്പോൾ ഈ മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അധ്യാപകരായ സ്കൂളുള്ള വിദ്യാർത്ഥിയാണ്, ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് അൻഷിഫിന് വെറും 11 വയസ്സേ ആയിട്ടുള്ളൂ. 2 ആൺകുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ പ്രവേശന സമയത്ത് തന്നെ ഒരു കുട്ടി തോട്ടിൽ വീണ് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ള. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വിഷയം പറഞ്ഞത്. കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ കാണണം. ഇത്തരം കുട്ടികൾ പുഴയിലേക്കോ മറ്റോ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പരമാവധി വിലക്കുക. കാര്യം എങ്ങനെയാണ് പുഴയുടെ സ്വഭാവം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഹജ്ജ് ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ മിനായിലേക്ക് ആളുകളൊക്കെ ഉച്ചയോടുകൂടി ആളുകളൊക്കെ വന്നു. പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയേക്കാണ്. 18 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ ഒരു മിനയിലുള്ളത്. അപ്പോൾ ആ ഒരു ഹജ്ജിൻ്റെ മനസ്സിലേക്ക് നമ്മളും കടക്കണം. നമ്മളത് ആ ബസ്സിലും ഇതിലൊക്കെ ആയിട്ട് ഹാജിമാരവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും മിനായിൽ ഒരുക്കിയിട്ടുണ്ട്. മിനായിൽ ഒരുക്കുമ്പോൾ നമ്മളിത് കാണുന്ന ഹജ്ജിന് പോവാത്ത ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ആ നമ്മളൊക്കെ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് നമ്മളൊരു ഹജ്ജ് ചെയ്യുക. ഹജ്ജിനപ്പോൾ നമ്മളിന്ന് ഇവിടെ മിനായിൽ തങ്ങുന്നത് പോലെ, ആ തമ്പിൽ നിൽക്കുന്നത് പോലെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളും അവിടെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഹജ്ജിനൊരു പ്രതിഫലം നമുക്കും അള്ളാഹു നൽകിയ. അപ്പോൾ ഇന്ന് മിനയിൽ താമസിച്ച് നാളെ ഹാജിമാർ അറഫയിലേക്ക് പോകും. നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, അറഫ നോമ്പ് സുന്നത്താണ്, നമുക്കറിയാം, ശക്തമായ സുന്നത്താണ്. ഒരു അറഫ നോമ്പ് നോക്കിയ ഒരാൾക്ക് അടുത്ത വർഷം വരെയുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോൾ ഒരു വർഷത്തേക്ക് ആയുസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ അറഫ നോമ്പ് നോക്കുന്ന ആളുകൾ, സാധാരണ നമ്മുടെ നാട്ടിലെ അറഫ ദിനം വരുന്നത് വെള്ളിയാഴ്ചയും നമുക്ക് പെരുന്നാൾ ശനിയാഴ്ചയുമാണ്. പക്ഷേ സൗദി അറേബ്യയിലെ അറഫ ദിനം വരുന്നത് വ്യാഴാഴ്ചയും പെരുന്നാൾ വെള്ളിയാഴ്ചയുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ ഈ അവിടെ മാസം കണ്ടതാണല്ലോ, അവിടെ അറഫ നോമ്പാണല്ലോ, അവിടെ അറഫയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിവിടെ തന്നെ വ്യാഴാഴ്ച അറഫ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെ മാസം കണ്ടോ അതനുസരിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ലൈവായിട്ട് എല്ലാ നിസ്കാരങ്ങളും TV-യിൽ കാണാം. അവിടെ ബാങ്ക് കൊടുത്തത് കൊണ്ടാണോ നമ്മൾ നിസ്കരിക്കാറ്? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുത്തത് കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു. നമ്മുടെ നാട്ടിൽ മാസം കാണുന്നതനുസരിച്ച് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ വേണ്ടുള്ളൂ. എന്നാലും പല ഇടങ്ങളിലൊക്കെ പ്രാർത്ഥനാ സംഗമങ്ങളൊക്കെ നടത്തിയിട്ട് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. 27-ാം രാവ് റമദാനിക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ വീടുകളിലും പള്ളികളിലും മാത്രം പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ഇന്ന് എവിടേക്കെങ്കിലും വല്ല സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥനാ ക്ലാസ് നടത്തുന്ന ആളുകളുണ്ട്. അതേപോലെ ഇപ്പോൾ അറഫ സംഗമത്തിലേക്കും ആളുകൾ കൊണ്ടുവരികയാണ്. അങ്ങനെ അറഫ സംഗമത്തിന് പ്രത്യേക പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയണത്. അപ്പോൾ അറഫ നോമ്പ് സാധാരണ ആളുകൾ നമ്മുടെ നാട്ടിലെ അറഫ എന്നാണോ അന്നാണ് നോമ്പ് അനുഷ്ഠിക്കാറ്. പക്ഷെ ഒരു വിഭാഗം ആളുകൾ നാളെ സൗദിയിലൊക്കെ അറഫ ആയതുകൊണ്ട് ഞങ്ങളും അറഫ നോമ്പ് നോക്കുന്നത് വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അറഫ ദിനത്തിന് നോമ്പ് സുന്നത്തുണ്ടല്ലോ, ഹാജിമാർക്ക് ഇങ്ങനെ നോമ്പ് നോക്കൽ സുന്നത്തുണ്ടോ, ഹാജിമാർ നോമ്പ് നോക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ അറഫ ദിനത്തിന് നോമ്പ് നോൽക്കും. ഹജ്ജിന് പോയ ആളുകൾ അറഫ ദിനത്തിന് നോമ്പ് നോൽക്കും. അപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ അവർ നോമ്പ് നോൽക്കും, അല്ലെങ്കിൽ നോമ്പ് നോൽക്കില്ല. ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നാളത്തെ അറഫ പ്രഭാഷണങ്ങളൊക്കെ 34 ഭാഷയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 24 ഭാഷയിലാണെങ്കിൽ ഇപ്പോൾ തമിഴ്, ഉറുദു, മലയാളം അങ്ങനെ 34 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും ഹജ്ജിന് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമുക്കും അല്ലാഹു അങ്ങനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.